കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മാരുതിയുടെ ഈക്കോ ആണ്. അപ്പോൾ ഈക്കോനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു എന്താ പറയുക ഫാമിലി യൂസിന് വേണ്ടി ഉപയോഗിക്കാം, അതുപോലെ തന്നെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം, എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് മൾട്ടി പർപ്പസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. പണ്ട് യൂസ് ചെയ്തിരുന്ന ഒമിനിയുടെ ഒരു അപ്ഗ്രേഡഡ് വേർഷനായിട്ട് നമുക്ക് ഈക്കോനെ പറയാം. പക്ഷേ ഒമിനിയോടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് ഒരുപാട് സ്പേസ് ഉണ്ട്, അതേപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ്, സീറ്റിംഗ് കംഫർട്ടൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് വിത്ത് AC വന്നേക്കുന്ന വാഹനമാണ്, 5 സീറ്ററാണ്. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, പെട്രോൾ ഓപ്ഷനിൽ വന്നേക്കുന്ന വാഹനമാണ്, സിംഗിൾ ഓണറാണ്. കിലോമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ്. നിസ്സാര കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. ഇത് 2016-17 രജിസ്റ്റർ ആയിട്ടുള്ള വാഹനമാണ്. 2016 ഡിസംബറിലാണ് ഈ വാഹനം മോഡൽ വന്നേക്കണം. 2017 ജാനുവരി രജിസ്ട്രേഷൻ ചെയ്ത വാഹനമാണ്. ഇതിൻ്റെ ഫുൾ വ്യൂവിലേക്ക് പോകാം. അതിനുശേഷം നമുക്ക് റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2016 12-ാം മാസം പുറത്തേക്ക് വന്നേക്കുന്ന വാഹനമാണ്. 2017 ഇതിൻ്റെ രജിസ്ട്രേഷൻ വന്നേക്കണം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, പിന്നെ ഡീറ്റെയിൽ പറയേണ്ട ആവശ്യമില്ല. മാരുതിയുടെ ഈക്കോ ആണ്, നമ്മുടെ ഒമിനിയുടെയൊക്കെ ഒരു വലിയൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്കൊരു പറയാം. അപ്പോൾ ഈ ഒരു വാഹനമൊക്കെ വന്നപ്പോഴാണ് ഒമിനിക്ക് ചെറിയൊരു അടിയും കാര്യങ്ങളൊക്കെ കിട്ടിയത്. പിന്നെ പക്ഷേ ഒരുപാട് സ്പേസ് ഉണ്ട് ഈ വാഹനത്തിൽ. പിന്നെ നമുക്ക് കംഫർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഈക്കോയിൽ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു വാഹനം 5 സീറ്റർ വണ്ടിയാണ്, വിത്ത് AC വന്നേക്കുന്ന വാഹനമാണ്, സിംഗിൾ ഓണർ വാഹനമാണ്, പെട്രോൾ ഓപ്ഷനാണ്. പിന്നെ പറയേണ്ട ആവശ്യമില്ല. സിംഗിൾ ഓണർ വാഹനം KL 41 ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വന്നേക്കണം. ഇതിൻ്റെ ഹൈലൈറ്റ് ഇതിൻ്റെ കിലോമീറ്ററാണ്. കിലോമീറ്റർ ഞാൻ ഇൻറ്റീരിയർ കാണിക്കുമ്പോൾ ഞാൻ വിശദമായിട്ട് കാണിച്ചു തന്നേക്കാം. അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ ഫുൾ കവർ ഇൻഷുറൻസ് വന്നേക്കണം, ലൈഫ് ടാക്സും കാര്യങ്ങളൊക്കെ വന്നേക്കുന്ന വാഹനമാണ്. 1200 ഇതിൻ്റെ CC വന്നേക്കണം. IDV വാല്യൂ ഇപ്പോൾ നിലവിൽ ഈ വാഹനത്തിന് 2 ലക്ഷം രൂപ IDV നിലവിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിലേക്ക് ഒന്ന് പോയേക്കാം. പക്ഷേ തന്നെ വീലാർസും കാര്യങ്ങളും നോക്കാം. ഓക്കെ, നമ്മളിവിടെ ഒന്ന് വീലാർസിലേക്ക് പോകാം. ഇവിടെ പക്ക ക്വാളിറ്റിയിലിരിക്കുന്ന വീലാർസാണ് കാണുന്നത്. ഇവിടെ പൊടിക്കൊരു ചെറിയൊരു ഡെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു വീഡിയോയിൽ കാണാൻ പറ്റില്ല, പക്ഷേ നേരിട്ട് നമുക്ക് ചെറിയൊരു ഡെൻറ്റ് നമുക്ക് കാണാം. എയർ കണ്ടീഷൻ നോക്കാം, ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നോക്കാം. അതുപോലെ വീൽ കപ്പും കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്തേക്കണേ. സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ബമ്പർ ഗാർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബോണറ്റ് നോക്കുകയാണെങ്കിൽ ബോണറ്റൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു, അങ്ങനെ ഡെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ലോവർ പാർട്ടിലേക്ക് വരാം. ഇവിടെ ഹെഡ് ലാമ്പ്സും നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ലോവർ പാർട്ടിലേക്ക് വരുമ്പോൾ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സും പക്ക നീറ്റായിട്ട് ഇരിക്കുന്ന ബമ്പേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത് കേട്ടോ. ഇവിടെ ഹെഡ് ലാമ്പ്സ് നോക്കാം. ഹെഡ് ലാമ്പ്സ് നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഈ ഒരു ഗാർഡ് നല്ല സ്ട്രോങ് ആണ്. തുരുമ്പോ കാര്യങ്ങളോ നമുക്ക് ഈ ഗാർഡിൽ കിട്ടിയിരുന്നില്ല. നമുക്ക് ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. ഇവിടെ നമുക്ക് വീലാർസ് നോക്കിയേക്കാം. വീലാർസിലേക്ക് വരുമ്പോൾ ഇവിടെയും പക്ക ക്വാളിറ്റിയിലിരിക്കുന്ന ആ ഒരു വീലാർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടയറിന് ഗ്രിപ്പ് നോക്കാം. നല്ല ഗ്രിപ്പിൽ നിൽക്കുന്ന ടയേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ സൈഡ് പോർഷനിലേക്ക് വരാം. 2 ഡോർ നോക്കാം. 2 ഡോറും ഇവിടെ പക്ക നീറ്റായിട്ട് ഇരിക്കുന്ന 2 ഡോർസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും ക്വാളിറ്റിയുള്ള സൈഡ് പോർഷൻ കണ്ടോ, ഒരു സ്ക്രാച്ച് പോലും ഇല്ല. ഇനി നമുക്കിതിൻ്റെ വീലാർസിലേക്ക് പോകാം. വീലാർസിലേക്ക് വരുമ്പോൾ ഇവിടെയും നീറ്റായിട്ട് ഇരിക്കുന്ന വീലാർസ്. ടയറിൻ്റെ ഗ്രിപ്പ് നോക്കാം. പക്ക കണ്ടീഷനിലിരിക്കുന്ന വാഹനമാണ്. ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഗ്ലാസ്സൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്ന ഗ്ലാസ്, അതേപോലെ തന്നെ ഇവിടെ ലിഡ് നോക്കാം. ലിഡിലും പൊടിക്ക് പോലും സ്ക്രാച്ചില്ല. ബമ്പർ പക്ക നീറ്റായിട്ട് ഇരിക്കുന്ന ബമ്പേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും നമുക്കൊരു ബമ്പർ ഗാർഡ് വിത്ത് ബാഡ്ജിങ് വരുന്നുണ്ട്. ഓക്കെ, സൈഡ് പോർഷനിലേക്ക് വരാം. സൈഡിലേക്ക് വരുമ്പോൾ 2 ഡോർ നോക്കാം. 2 ഡോറും പക്ക ക്വാളിറ്റി തന്നെ 2 ഡോർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ കാരിയറും കൂടി വരുന്നുണ്ട്, അതുകൂടി നോക്കാം. കാരിയറൊക്കെ പക്ക ക്വാളിറ്റിയിലിരിക്കുന്ന കാരിയേഴ്സാണ് വന്നേക്കണേ. ഡോറൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 2 പവർ വിൻഡോസ് വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കിയേക്കാം. ഇവിടെ കമ്പനി സീറ്റ്സ് തന്നെയാണ് വന്നേക്കണേ കേട്ടോ, നീറ്റായിട്ട് സീറ്റ്സ്. അതേപോലെ തന്നെ കുറച്ച് ഹൈറ്റിലാണ് ഈക്കോൻ്റെ സീറ്റിംഗ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് വിശദമായിട്ട് കാണിച്ചു തേക്കാം. ഡാഷ്ബോർഡ് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡാഷ്ബോർഡ്. അതേപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ മ്യൂസിക് സിസ്റ്റം തൽക്കാലം ഈ വാഹനത്തിന് ഇവിടെ കാണുന്നില്ല. സ്റ്റിയറിംഗ് ഒക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. കിലോമീറ്റേഴ്സ് ഞാൻ എത്രയായിരുന്നു കാണിച്ചു തേക്കാം. കിലോമീറ്റേഴ്സാണ് ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ്. ഇതാണ് ഇതിൻ്റെ കീ വന്നേക്കണേ. ഒന്ന് പവർ ഓൺ ചെയ്യാം. 17,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഇപ്പോൾ നിലവിൽ ഓടിയിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ലോവർ പോർഷനിലേക്ക് വരാം. ഇവിടെയും മാറ്റൊക്കെ ഭംഗിയായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. സൈഡിൽ നമുക്ക് പവർ വിൻഡോസിൻ്റെ ബട്ടൺ കിട്ടുന്നുണ്ട്. സീറ്റ് നമുക്ക് ക്ലോസ് ലുക്ക് ചെയ്യാം കേട്ടോ. സീറ്റൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിഡിൽ റോ നോക്കാം. ഇവിടെയും പക്ക ക്വാളിറ്റി തന്നിരിക്കുന്ന സീറ്റ്. റൂഫ് നോക്കാം. റൂഫൊക്കെ നല്ല നീറ്റാണ്. വാഹനം AC ഇല്ലാതെ ഓടിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പൊടിയും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇനി നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. അതിനുശേഷം ഇതിൻ്റെ മിഡിൽ റോ നോക്കിയേക്കാം. സീറ്റുണ്ടോ, സീറ്റൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സാണ്. അതേപോലെ നല്ല തൈ സപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലെഗ് റൂം, വിശാലമായിട്ടുള്ള ലെഗ് റൂം നമുക്കിവിടെ കാണാം കേട്ടോ.
അതേപോലെ തന്നെ ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ നോക്കാം. നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് തേർഡ് റൂം കൂടി ഒന്ന് കാണിച്ചു നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ എൻജിൻ ഭാഗം നോക്കാം. എൻജിൻ ഭാഗം സീറ്റ് നമുക്ക് അപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം, അല്ലെങ്കിൽ നമുക്ക് എൻജിൻ ഭാഗം കാണിക്കാൻ പറ്റില്ല. ഇതാണ് ലിഡ് ഞാൻ ഓപ്പൺ ചെയ്യണം. ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ബൂട്ട് സ്പേസ് നോക്കാം. ഇഷ്ടംപോലെ ബൂട്ട് സ്പേസാണ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നത്. കണ്ടോ, ഒരുപാട് സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ 2 സ്പീക്കേഴ്സ് കാണാം. അതേപോലെ ഇതിൻ്റെ ലിഡൊന്ന് നോക്കിയേക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളോ നോക്കാം. കണ്ടോ, നീറ്റായിട്ട് ഇരിക്കുന്ന ആ ഒരു ലിഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ലോവർ പോർഷനിലേക്ക് പോകാം. ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് നീറ്റായിട്ട് ഇരിക്കുന്ന ആ ഒരു ലോവർ പോർഷനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, ഇനി സ്പെയർ വീൽ കൂടി നമുക്ക് നോക്കാം. സ്പെയർ വീൽ താഴ്ത്തായിരിക്കണം വന്ന. ഇപ്പോൾ പ്ലാറ്റ്ഫോം കൂടി നോക്കാം. പ്ലാറ്റ്ഫോമൊക്കെ ഡീസൻ്റാണ്, പാച്ചോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. കേട്ടോ, സ്പെയർ വീൽ നോക്കാം. സ്പെയർ വീലിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങൾ നോക്കാം. ഓക്കെ, നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ എൻജിൻ ഭാഗം അപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ഇല്ലെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല. ലോക്കൊക്കെ ഒന്ന് തുറക്കാം. അപ്പോൾ സീറ്റ് ഒന്ന് അപ്പ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് എൻജിൻ ഭാഗം. എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നോട്ട് ചെയ്യാം. കേട്ടോ, നീറ്റായിട്ട് ഇരിക്കുന്ന ആ ഒരു എൻജിൻ റൂമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിച്ചേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഈക്കോ കണ്ടു കഴിഞ്ഞു. എങ്ങനെയുണ്ട് വാഹനം? നല്ല കലക്കം വാഹനമല്ല, ഡീസൽ വാഹനമാണ്. നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വാഹനമാണ്. സിംഗിൾ ഓണർ വാഹനമാണ്. 2017 രജിസ്റ്റർ ചെയ്തേക്കുന്ന വാഹനമാണ്. 16 മോഡലാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കി ഡീറ്റെയിലേക്ക് പോകാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓണർഷിപ്പ് സിംഗിൾ ഓണർ വാഹനമാണ്. 17,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ റേറ്റ് പറഞ്ഞേക്കാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം അതിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. നമ്മുടെ വീഡിയോ കണ്ടാണ് ഈ വാഹനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ചെറിയൊരു സമ്മാനമുണ്ട്. 7012665202 നമ്പറിനകത്തേക്ക് വിളിക്കാനും മെസ്സേജ് അയക്കാനും മറക്കരുത്. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 3,90,000 രൂപ. 3.90 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ലോണും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, അതും ചോദിച്ചേക്കാം. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈക്കോൻ്റെ വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് ഒരുപാട് വാഹനങ്ങൾ അതിനെപ്പോഴുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ, ടേക്ക് കെയർ.